നോൺ ഡെവലപ്മെൻ്റ് എന്നൊന്നും പറയുന്നില്ല. ഡെവലപ്മെൻറ്റ് അറ്റ് എ വെരി സ്ലോ പേസ്, റോബറി അറ്റ് എ വെരി പബ്ലിക് റോബറി ഓഫ് പബ്ലിക് ഫണ്ട് അറ്റ് എ വെരി ഹൈ സ്പേസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് യെസ്, എനിക്ക് എൻ്റെ മതം വലുതാണ്, അതുപോലെ അപ്പുറത്തെ മതക്കാരൻ അവരുടെ മതം വലുതാണ്. എൻ്റെ സ്പേസ് അവരുടെ സ്പേസ്, അവരെ ഞാൻ ബഹുമാനിച്ചില്ല, അവരെന്നെ എങ്ങനെ ബഹുമാനിക്കും? ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇറ്റ് ഈസ് എ പീപ്പിൾസ് ഇഷ്യൂ, ഇറ്റ്സ് എ സ്പിരിച്വൽ ഇഷ്യൂ. എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഈ അടുത്ത ദിവസങ്ങളിൽ വരെ ഒരു തീരുമാനമെടുക്കാനാവാതെ ഉഴലുകയായിരുന്നു കോൺഗ്രസ്. ഈ രാംലല്ല പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന്. ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്, പോകേണ്ടതില്ല. അത് ഒരു റൈറ്റ് ഡിസിഷനായിട്ട് സാറിന് തോന്നുന്നുണ്ട്? എന്താണ് ആ തീരുമാനത്തിൻ്റെ പിന്നിലെന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാം. എന്താണ് സാർ അതിനെങ്ങനെയാണ് ശരി, ഞാനത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തീരുമാനം അവരെടുക്കാൻ പോകുന്നത്? അവർ ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ്റെ, ഇന്ത്യൻ പീപ്പിളിൻ്റെ, ഞാൻ മുസ്ലിം ഒന്നും, ഇന്ത്യൻ പോപ്പുലേഷൻ, ഈ 143 കോടി ജനങ്ങൾ അവരുടെ പക്ഷത്ത് നിന്നൊരു തീരുമാനിക്കെടുക്കുകയായിരുന്നു എങ്കിൽ, അവർക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് ഈസിലി അന്ന് തന്നെ പറയണം യെസ്, ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇറ്റ് ഈസ് എ പീപ്പിൾസ് ഇഷ്യൂ, ഇറ്റ്സ് എ സ്പിരിച്വൽ ഇഷ്യൂ. എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അതായിരുന്നു വേണ്ടിയിരുന്നത്. തിരിച്ചു പറഞ്ഞതിൻ്റെ റീസൺ എന്താണ്? ഇത് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണെന്ന് വരുത്തി തീർത്തിട്ട്, ഇത് BJPയുടെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞു തീർത്തിട്ട്, ഇതിനെ ചെറുതാക്കിയിട്ട് അവർക്ക് എന്തുമാത്രം അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ഇന്ത്യ അലയൻസ് നിലനിർത്താൻ വേണ്ടി, ഇവിടെ ഈ ഇന്ത്യ അലയൻസ് ആയാലും ഏത് അലയൻസ് ആയാലും രാജ്യം മൊത്തമായാലും നശിപ്പിക്കുന്ന, എനിക്കത് പറയാമെന്നറിയത്തില്ല, നമ്മുടെ ഇവിടെ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഇവിടെ ഒരുപാട് നാശങ്ങൾ വിതയ്ക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ അലയൻസിന് വേണ്ടി എടുത്ത ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ അത് ഒരിക്കലും ശരിയല്ലെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറെ കൂടെ കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതൃത്വം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ആ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചില പക്വമായ നിലപാടുകൾ പോലും നിലവിലെ നേതൃത്വം എടുക്കുന്നില്ല എന്ന് സാറിന് തോന്നുന്നുണ്ട്? സംശയമില്ലാത്ത കാര്യമില്ലേ. അതാണ് ഞാൻ പറയണത്. ഈ നമ്മുടെ മനുഷ്യർ വോട്ട് ചെയ്യുന്ന മുമ്പ് ആലോചിക്കേണ്ടത്, ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ പിടിച്ചിരുത്തുന്ന ആളുടെ എല്ലാവരും അയാളുടെ ഇങ്ങനെ വണ്ടി ഓടിക്കുക തന്നെ കണ്ടില്ലേ, വിഷൻ, അയാളുടെ വിഷൻ, അടുത്ത് നോക്കും, ദൂരെ നോക്കും, അകത്ത് അങ്ങനെ മാറി മാറി നോക്കുന്ന വിഷൻ, അദ്ദേഹത്തിൻ്റെ മിഷൻ, അബ്ദത്തെ ഓബ്ജക്റ്റീവ്, ഇത് പറ്റുന്ന ആൾക്കാരെ ഇരുത്തിയില്ലെങ്കിൽ വി വിൽ ബി ഹെഡിങ് ടുവേർഡ്സ് എ ഡിസാസ്റ്റർ എന്ന് സംശയമില്ല. അത് ആൾക്കാർ മനസ്സിലാക്കണം. വണ്ടി, നമ്മൾ ഇന്ത്യ എന്നുള്ള വണ്ടി, 143 കോടി ജനങ്ങളെ കയറ്റിയിരുത്തി ഓടിക്കുന്ന ഈ വണ്ടി 65 കൊല്ലത്തെ ലെത്താർജിക്ക്, ഞാൻ നോൺ ഡെവലപ്മെൻ്റ് എന്നൊന്നും പറയുന്നില്ല, ഡെവലപ്മെൻറ്റ് അറ്റ് എ വെരി സ്ലോ പേസ്, റോബറി അറ്റ് എ വെരി പബ്ലിക് റോബറി ഓഫ് പബ്ലിക് ഫണ്ട് അറ്റ് എ വെരി ഹൈ സ്പേസ്, ഇതിനെ എല്ലാത്തിനെയും നള്ളിഫൈ ചെയ്തുകൊണ്ട് ഡെവലപ്മെൻറ്റ് സ്പീഡ് ജെറ്റ് സ്പീഡാക്കിയ, റോബറി സീറോ ആക്കുക, ഡെവലപ്മെൻറ്റ് നോളജ്, ടെക്നോളജി, ഹെറിറ്റേജ്, ഇതിനെ മൂന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ജെറ്റ് സ്പീഡിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ 143 കോടിയെ ഇൻക്ലൂസീവ് ആക്കി ഡെവലപ്പ് ചെയ്യുക. കൃത്യമായ കണക്ക് ഇന്ന് മോഡിജി പറയുകയാണ്, ഞാൻ 10 രൂപ വീതം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയാൻ, എത്ര രൂപയെന്ന് കൃത്യമായിട്ട്, എത്ര അക്കൗണ്ട്, എത്ര രൂപ എന്ന് കൃത്യമായിട്ട് അറിയാം, എത്ര ചിലവാകും, എത്ര വരാനുണ്ടെന്നുള്ള കൃത്യമായ മോണിറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും മെറ്റിക്കുലസ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഗവേണൻസ്. ഈ 10 വർഷത്തിനിടയ്ക്ക് പേരിനെങ്കിലും ഒരു അഴിമതി പറയാനുമില്ല. ഒറ്റ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി. അതിനേക്കാളും ഞാനൊരു മുസ്ലിമാണല്ലോ, ഞാൻ വളരെ പയസായിട്ടുള്ള ആണസ്റ്റ് അന്തസ്സായ മുസ്ലിമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് യെസ്, എനിക്ക് എൻ്റെ മതം വലുതാണ്, അതുപോലെ അപ്പുറത്തെ മതക്കാരൻ അവരുടെ മതം വലുതാണ്. എൻ്റെ സ്പേസ് അവരുടെ സ്പേസ്, അവരെ ഞാൻ ബഹുമാനിച്ചില്ല, അവരെന്നെ എങ്ങനെ ബഹുമാനിക്കും? നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ചില ഏരിയാസ് ഉണ്ടല്ലോ, കോമൺ ട്രേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ ഒന്നിക്കാമല്ലോ. എന്തുകൊണ്ട് ഞാൻ മറ്റേയാളിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു? ഞാനും മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ഇവിടെയൊക്കെ അൾട്ടിമേറ്റായി അങ്ങനൊരു പോപ്പുലേഷൻ്റെ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിൽ തന്നെ തുടങ്ങണം.